ചരിത്രഭൂമികയും ജൈവവൈവിധ്യ ആവാസ വ്യവസ്ഥയും സന്ദർശിച്ച് കാസർകോട്ടെ വായനാക്കൂട്ടം. തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയിലെ കുട്ടികളാണ് കാസർകോട്ടെ ചരിത്ര സ്മാരകങ്ങളും ടൂറിസം കേന്ദ്രങ്ങളും സന്ദർശിച്ചത്. മറക്കാൻ പറ്റാത്ത അനുഭവമാണ് യാത്രയിലൂടെ ലഭിച്ചതെന്ന് കുട്ടികൾ പറഞ്ഞു. വായനാ വെളിച്ചം സമാപന പരിപാടിയുടെ ഭാഗമായാണ് ചരിത്രമുറങ്ങുന്ന കയ്യൂരും ജൈവവൈവിധ്യ കലവറയായ ശൂലാപ്പൂക്കാവും പാടിക്കീൽ ഗവൺമെന്റ് UP സ്കൂളും വിദ്യാർത്ഥികൾ സന്ദർശിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമാർന്ന ഏടായ കയ്യൂർ സമരചരിത്രം കുട്ടികളുടെ മുന്നിൽ നേരനുഭവം പോലെ വിവരിച്ചു നൽകിയത് റിട്ടയർഡ് പ്രിൻസിപ്പൽ P. രവീന്ദ്രനാണ്. ചരിത്രഭൂമികയിലെ അനശ്വര രക്തസാക്ഷിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡപത്തിൽ ഇരുന്നാണ് കുട്ടികൾ ആ ചരിത്ര സംഭവങ്ങൾ ശ്രവിച്ചത്. തണലും തണുപ്പും നൽകുന്ന ആവാസ വ്യവസ്ഥയുള്ള ശൂലാപ്പൂക്കാവും വായനാക്കൂട്ടം സന്ദർശിച്ചു. ആ കാവിലിരുന്ന് അംബികാസുധൻ മാങ്ങാടിൻ്റെ 2 മത്സ്യങ്ങൾ എന്ന കഥയും കാവിൻ്റെ ചരിത്ര പശ്ചാത്തലവും കുട്ടികൾക്ക് വിവരിച്ചു നൽകിയത് റിട്ടയർഡ് അധ്യാപകൻ രാധാകൃഷ്ണനാണ്. 2 മത്സ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന ഭൂമിയുടെ ചോരയൊഴുകുന്ന നീരുറവയിലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ തണുപ്പും കുളിരും ആസ്വദിച്ചാണ് കുട്ടികൾ കാവ് വിട്ടത്. ഗ്രന്ഥശാല പ്രവർത്തകരും വനിതാവേദി പ്രവർത്തകരും യാത്രയ്ക്ക് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, കാസർഗോഡ്.